ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഉളു എടുക്കണം. ഉളു ഇല്ലാത്തൊരു ഉണ്ടാക്കരുത്. ഫുൾ ടൈം ഉളു ഉണ്ടാവണം. ഒരു മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും ഉളു വേണം. ഇങ്ങോട്ട് വന്നപ്പോൾ ഉളു വേണം, ഇവിടെ കയറുമ്പോൾ ഉളു വേണം, പിന്നെ വീണ്ടും ഉളു പുതുക്കുക. എന്നാലും എന്ത് വേണം? നമ്മൾ ഒരു സമയം കഴിഞ്ഞ് നമ്മൾ അതിലേക്കൊക്കെ കയറണം. എന്നാൽ പിന്നെ പിശാചിൻ്റെ സാമീപ്യം നമുക്ക് കുറയും. ഒരു മുഅ്മിനായ മനുഷ്യന് മലായിക്കത്തിൻ്റെ ഒരു പ്രത്യേക സാന്നിധ്യം ഉണ്ടാവും. ആ മനുഷ്യൻ്റെ കയ്യിൽ എപ്പോഴും ഉളു ഉണ്ടെങ്കിൽ അത് നല്ലോണം ശ്രദ്ധിക്കണം. കൈഫ താരിഫുഹും എന്ന് ഹബീബായ നബിയോട് ചോദിക്കുക, നബി നിങ്ങളെ ഉമ്മത്തിനെ നിങ്ങളെങ്ങനെ തിരിച്ചറിയാം? അവർക്ക് നിങ്ങൾ കൗസറിൽ നിന്ന് വെള്ളം കൊടുക്കുന്നുള്ളത് ശരിയാണ്, പക്ഷേ വക്കീഫ താരിഫ് ഉമ്മത്തക്കല്ലത്തി വഖദ് അറംത യാ റസൂലല്ലാഹ്, അങ്ങ് മണ്ണിലേക്ക് പോയതിനു ശേഷം വരുന്ന ഈ ജനത്തെ എങ്ങനെ അങ്ങ് തിരിച്ചറിയും നബിയെ? അപ്പോൾ പറഞ്ഞു ആരിഫുഹും ബിസിമാഹും, അവരടയാളം കൊണ്ട് തിരിച്ചറിയും. മുഹജ്ജലും, അവർ കൈകാലും മുഖവും പ്രകാശിക്കുന്നവരായിരിക്കും. വെളുത്തവർ നല്ല പ്രകാശിക്കുന്നവരെന്നാണ്. മിൻ ആസാരിൽ വുളൂഇ, വുളൂഇൻ്റെ ഒരു അടയാളം അവരിലുണ്ടാവും. അപ്പോൾ അവരെപ്പോഴും എന്തുണ്ടാവും? വുളൂ ഉണ്ടാവും. ഒരാൾക്ക് കോപം വന്നാൽ അയാൾ എന്ത് ചെയ്യൽ സുന്നത്താണ്? വുളു എടുക്കണം. കോപം എന്നത് ആരിൽ നിന്നാണ്? പിശാചിൽ നിന്നാണ്. അതേസമയം വുളു എടുത്താൽ അതാണ് താഴത്തേക്ക് വരും. എന്തിനും വുളു എടുക്കണം. അപ്പോൾ വുളു എപ്പോഴും കൊണ്ടടക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു സലാത്ത് വുളുവോട് കൂടി ചെയ്യുക എന്നുള്ള വലിയ ഫലമാണ്. ഏതൊരു സലാത്താണെങ്കിലും ഒരായത്തോടും അപ്പം നിനക്ക് വുളു ഉണ്ടാവും. ഒരു മജ്‌ലിസിൽ പങ്കെടുക്കുക, വുളു ഉണ്ടാവും. എൻ്റെ ഓർമ്മയിൽ ഞാൻ വുളു ഇല്ലാത്തൊരു ക്ലാസ് എടുത്തിട്ടുണ്ടാവില്ല, എൻ്റെ ഓർമ്മയിലില്ല. 2000 നവംബർ 5-ാം തീയതി തുടങ്ങിയ ക്ലാസ്സാണ്. ഈ 25 കൊല്ലത്തിനുള്ളിൽ വുളു ഇല്ലാത്തൊരു ക്ലാസ് എടുത്തതായി എൻ്റെ ഓർമ്മയിലില്ല. അന്നൊന്നും ദായിമുൽ വുളു എന്നതില്ലെങ്കിലും പിന്നീട് 2011 ഞാൻ തിജാനിയ മാർഗം സ്വീകരിച്ചതോടുകൂടി തിജാനിയത്തിൽ വുളു ഇല്ലാത്തൊരു അമലും ഇല്ല. അപ്പം അതുകൊണ്ട് പിന്നെ അത് ദായിമായി. പിന്നെ ഇപ്പോൾ വുളു ഇല്ലാതെ ഒരു കാര്യം ചെയ്യൂല. അങ്ങനെ അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വുളു നിസ്കരിക്കാൻ വേണ്ടി വുളു ചെയ്യും പോലെ വുളു ചെയ്യും. എന്നിട്ട് നമ്മൾ വിരിപ്പിൽ വന്നിരിക്കുക. വിരിപ്പിൽ വന്നിരുന്നതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഫാത്തിഹ, ഒരു ആയത്തുൽ കുർസി, ഒരു ആമന റസൂൽ, എന്നിട്ട് 2 കൈയും കൂട്ടിപ്പിടിക്കുക. എന്നിട്ട് ഒരു ഇഖ്ലാസ്, ഒരു ഫലക്ക്, ഒരു നാസ്. യൻഫുദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി യദിഹി, അവിടുത്തെ കൈ റസൂൽ ഊതും. എന്നിട്ട് ഫയബ്തദിഉ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിറസിഹി, ഇത് ഹബീബായ നബി എവിടുന്ന് തുടങ്ങും? തലേന്ന് തുടങ്ങും. അങ്ങനെ കൈയോണ്ട് കിട്ടുന്ന സ്ഥലത്ത് മുഴുവനും തടയും. ഇതൊരു പ്രൊട്ടക്ഷനാണ്. ഇബ്ലീസിന്റെ കളി ആദ്യം നടക്കുക എവിടെ? ഉറങ്ങാൻ കിടക്കുമ്പോൾ പടയാണ്. ആയിരിക്കും, നിങ്ങളെ മൂർത്താവിൽ അവൻ കെട്ടിടും. അവനിവിടെ കെട്ടിടും. അലൈക ലൈലുൻ ത്വീൽ, നിനക്ക് ദീർഘമായ രാത്രിയാകട്ടെ, നിനക്ക് ദീർഘമായ രാത്രിയാകട്ടെ എന്ന് അവൻ പറയും. പിന്നെ നിനക്ക് കട്ടിൽ നിന്ന് എണീക്കാൻ കഴിയില്ല, തഹജ്ജുദ് എണീക്കലൊന്നും നടക്കൂല. അപ്പൊ ഹബീബാ റസൂലുള്ളാഹ് ഇഖ്ലാസ്, ഫലക്ക്, നാസ് ഓതിയിട്ട് എവിടുന്ന് തുടങ്ങും? മൂർത്താവെന്ന് തുടങ്ങും. അത് ഇങ്ങോട്ട് തുടങ്ങും തന്നെ. പിന്നെ വജ്ഹ്, ഈ 2 കൈകൊണ്ട് റസൂല തടയും. മാ ലഹറ മിൻ ജസദിഹി, അവിടുത്തെ കൈകൊണ്ട് കിട്ടുന്നതൊക്കെ തടയും. സുമ്മ യജ്മഉ യദൈഹി, പിന്നെ കൈ കൂട്ടിപ്പിടിക്കും. പിന്നെ ഇഖ്ലാസ്, ഫലക്ക്, നാസ്, എന്നിട്ട് വീണ്ടും അതിലോട്ട് ഊതും. എന്നിട്ട് വീണ്ടും 2-ാം വട്ടം. മാ ലഹറ മിൻ ജസദിഹി, തടിമന്ന് ആ 2 കൈ എവിടെയൊക്കെ എത്തുമോ അവിടെയൊക്കെ റസൂലുള്ളാഹിന്റെ കൈ പോയിട്ടുണ്ടാവും. ഇതൊരു പ്രൊട്ടക്ഷനാണ്. സുമ്മ യജ്മഉ യദൈഹി, പിന്നെ റസൂലുള്ളാഹ് 2 കൈ കൂട്ടിപ്പിടിക്കും. ഫയഫഅലു കമാ യഫഅലു, ആദ്യം ചെയ്തതുപോലെ ആണോ ചെയ്യും. എന്നിട്ട് വീണ്ടും തടയും. കഴിഞ്ഞു, ഇരുന്നിട്ടുള്ള പണി കഴിഞ്ഞു. ഇനി കിടക്കുക. കിടന്നിട്ട് എല്ലാം അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅ്തു ളുഹ്രി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജഅ, ലാ മൽജഅ, ആദ്യം ലാം, ലാ മൽജഅ വലാ മൻജഅ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത. തന്നെ ഒറ്റ തവണ അല്ലാഹുമ്മ, അല്ലാഹുവേ, അസ്ലംതു നഫ്സി. ഇപ്പൊ ഈ എവിടെ കിടന്നു? ഫിറാശില് വടക്കു ഭാഗത്തേക്ക് തലയും അഫ്ളലായ രൂപം, തെക്കു ഭാഗത്തേക്ക് കാല്, അങ്ങനെ
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ അസ്ലംതു ഞാൻ ഏൽപ്പിച്ചു നഫ്സി എൻ്റെ നഫ്സിനെ ഇലൈക നിന്നിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞു. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു എൻ്റെ മുഖത്തെ ഞാൻ തിരിച്ചു വജ്ഹി ഇലൈക വഫവ്വൽതു ഞാൻ ഏൽപ്പിച്ചു അംരി എൻ്റെ എല്ലാ കാര്യവും. ഞാൻ ഉറങ്ങാണ്, എൻ്റെ ഒന്നും എനിക്കറിയില്ല. എൻ്റെ കുടുംബം എന്താവും എനിക്കറിയില്ല, എൻ്റെ മുതലെന്താവും എനിക്കറിയില്ല, എൻ്റെ കുട്ടികൾ എന്താവും എനിക്കറിയില്ല. ഒക്കെ ഞാൻ എന്നെ ഏൽപ്പിച്ചു. ഈ ഉറങ്ങൂല, ലാ തഖുദുഹു സിനത്തുൻ വല, നിനക്ക് ഉറക്കമല്ല, തൂങ്ങിയുറക്കമല്ല, ക്ഷീണമല്ല, ഒന്നുമില്ല, എനിക്കുണ്ട്. അല്ലാഹുമ്മ അസ്ലംതു ഞാൻ ഏൽപ്പിച്ചു നഫ്സി എൻ്റെ നഫ്സിനെ ഇലൈക നിന്നിലേക്ക് വവജ്ജഹ്തു ഞാൻ തിരിച്ചു വജ്ഹി എൻ്റെ മുഖത്തെ ഇലൈക നിന്നിലേക്ക് വഫവ്വൽതു ഞാൻ ഏൽപ്പിച്ചു അംരി എൻ്റെ കാര്യത്തെ ഇലൈക നിന്നിലേക്ക് വഅൽജഅ്തു ഞാൻ മടക്കി ലഹരി എൻ്റെ മുതുകിനെ ഇലൈക നിന്നിലേക്ക് റഗ്ബത്തൻ ആഗ്രഹിച്ചും റഹ്ബത്തൻ ഭയപ്പെട്ടും ഇലൈക നിന്നിലേക്ക്. ഞാൻ കിടക്കുമ്പോൾ എനിക്ക് രണ്ടുമുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യന് ഭയവും ഉണ്ടാവും, പ്രതീക്ഷ ഉണ്ടാവും. റഗ്ബത്തൻ ഞാനിതാ ആഗ്രഹിച്ചും ഭയപ്പെട്ടും ഇലൈക ആഗ്രഹിക്കണതും നിന്നിലേക്ക് തന്നെയാണ്, ഭയപ്പെടണവും നിന്നെ തന്നെയാണ്. പിന്നെ ലാ മൽജ ഒരു അഭയ കേന്ദ്രമില്ല, ലാ മൻജ ഒരു രക്ഷാ കേന്ദ്രം ഇല്ല, മിൻക നിന്നിൽ നിന്ന് ഇലൈക നിന്നിലേക്കല്ലാതെ. അതായത് നിന്റെ അടുത്ത് നിന്ന് വേറൊരാളേക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, നിന്നിലിൽ നിന്ന് നിന്നിലേക്കേ രക്ഷപ്പെടാൻ കഴിയും. ആമൻതു ഞാൻ വിശ്വസിച്ചാണ് കിടക്കണത്. ബി കിതാബിക്കല്ലദീ അൻസൽത നീ ഇറക്കി തന്ന കിതാബിനെ കൊണ്ട് ഞാൻ ഈ കിടക്കുന്ന നേരത്തും ഞാൻ നിന്നിലേക്ക് എന്നെ ഏൽപ്പിച്ചു. ഇപ്പോൾ ഞാൻ ഏത് വിശ്വാസിയാണ്? ഇറക്കി തന്ന കിതാബിൽ മുഴുവനും ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. വബി നബിയിക്കല്ലദീ അർസൽത നീ അയച്ചു തന്ന നബിയിലും ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. ആ വിശ്വാസിയാണ് ഞാൻ. അങ്ങനെ കിടന്നിട്ടൊരാൾ എണീറ്റിട്ടില്ലെങ്കിൽ അവൻ സുഖലോക സ്വർഗത്തിൽ എണീക്കുള്ളൂന്ന മുത്തുനബി പറഞ്ഞു. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇനി രണ്ടാമത്തെ ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫൾഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ. ബിസ്മിക നിന്റെ നാമം കൊണ്ട് റബ്ബി എൻ്റെ റബ്ബേ ബിസ്മിക റബ്ബി വലഅതു ഞാൻ വെച്ചു ജംബി എൻ്റെ ഭാഗത്തെ ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക ഇനി നിന്നെ കൊണ്ടാണ് അർഫഉഹ അതിനെ ഞാൻ ഉയർത്തുക. ഞാൻ നേരം പൊക്കുമ്പോൾ എണീക്കുന്നുണ്ടെങ്കിൽ അതും ആരെ കൊണ്ട് തന്നെയാണ്? നിന്നെ കൊണ്ടാണ് ഇവിടെ വെച്ചത്, നിന്നെ കൊണ്ടാണ് ഞാൻ എണീക്കുക. ഇനി അംസക്ത നഫ്സി ഈ രാത്രി നീ എന്നെ പിടിക്കുകയാണെങ്കിൽ ഫർഹമ എൻ്റെ നഫ്സിനോട് നീ കരുണ കാണിക്കണം. നീ മരിപ്പിക്കുകയാണെങ്കിൽ മരിപ്പിച്ച ഒരു വിഷയമില്ല, പക്ഷെ കരുണ കാണിക്കണം. വൈനർസൽത്ത നീ എന്നെ വിട്ടുതരാണ്, ഇന്ന് രാത്രി എന്നെ പിടിക്കണില്ലെങ്കിൽ ഫഹ്ഫൾഹാ ഈ നഫ്സിനെ നീ ഒരു തെറ്റിലും അകപ്പെടാതെ ഒരാപത്തിലും അകപ്പെടാതെ സംരക്ഷിക്കണം. ഏതുപോലെ സംരക്ഷിക്കണം? ബിമാ ഹഫിൽത ബിഹി ഏതോ തമ്മാടികൾ സംരക്ഷിച്ചതുപോലെ. തമ്മാടികൾക്ക് ആക്സിഡന്റ് നിന്ന് ഒരു പക്ഷെ സംരക്ഷിക്കാം, പക്ഷെ തെറ്റിന്ന് സംരക്ഷിക്കൂല. എന്നെ അങ്ങനെ സംരക്ഷിക്കണം. എന്നെ ഏതോ തമ്മാടികളെ സംരക്ഷിക്കുമ്പോൾ സംരക്ഷിച്ചാൽ പോരാ. വൈൻ അർസൽത്ത എൻ്റെ നഫ്സിനെ നീ ഇന്ന് രാത്രി പിടിക്കണില്ല, രാത്രി നീ എൻ്റെ നഫ്സിനെ പിടിക്കണില്ല, വിട്ടു തരികയാണെങ്കിൽ ഫഹ്ഫൾഹാ ആ നഫ്സിനെ നീ സംരക്ഷിക്കണം. ബിമാ ഇബാദക സ്വാലിഹീൻ സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ ആളുകളെ അവരുടെ നഫ്സിനെ നീ എപ്രകാരം എല്ലാവിധ ആപത്തിൽ നിന്നും തിന്മയിൽ നിന്നും വലാലത്തിൽ നിന്നും ഒവിയത്തിൽ നിന്നും തുഹ്യാനിൽ നിന്നും എങ്ങനെ നീ സംരക്ഷിക്കും, അങ്ങനെ എൻ്റെ നഫ്സിനെയും സംരക്ഷിക്കണം. ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫൾഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ. ബിസ്മിക അല്ലാഹുമ്മ അമൂതു വബിക അഹ്യാ. ഇനി അവസാനത്തെ വാക്ക് ബിസ്മിക അല്ലാഹുമ്മ നിന്റെ നാമം കൊണ്ട് അമൂതു ഞാൻ മരിക്കണം, വബിക അഹ്യാ നിന്നെ കൊണ്ട് ഞാൻ ജീവിക്കും. ഇന്ന് നേരെ പൊക്കുമ്പോൾ ചോദിച്ചാൽ മണില്ല, മനുഷ്യന് ചോദിച്ചാൽ മണില്ല. ബിസ്മിക അല്ലാഹുമ്മ അമൂതു ഉറക്കം എന്നത് ഒരു തരം എന്തെന്നെയാണ്? മരണാണ്. അഹ്ലുൽ ജന്നത്തി ലാ യനാമൂന സ്വർഗ്ഗക്കാർ ഉറങ്ങുകയില്ല. ഫഇന്ന നൗമ അഹുൽ മൗതി എന്തുകൊണ്ടെന്നാൽ ഉറക്കം മരണത്തിൻ്റെ സഹോദരനാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇനി നിനക്ക് ആ കിടത്തത്തിൽ കുൽ യാ അയ്യുഹൽ കാഫിറൂന ഓതാം, ഇഖ്ലാസ് 100 വട്ടം ഓതാം. അത് പതിവാക്കിയാൽ ഉറങ്ങാൻ കിടക്കണ നേരത്ത് ആ കിടത്തത്തിൽ 100 വട്ടം ഇഖ്ലാസ് പതിവാക്കിയാൽ ഹിസാബില്ലാത്ത സ്വർഗത്തിൽ കിടക്കുമെന്ന് അനവധി മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒരു കാഫിറൂന ഓതുക, പിന്നെ ഇഖ്ലാസ് അങ്ങനെ ഓതുക. 100 കിട്ടിയാൽ 100 ഇമ്മ തന്നെ ഉറങ്ങി, ചിലപ്പോൾ പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ
ഏത് ഖൈറും ബാക്കിയുള്ള സമയത്ത് എനിക്ക് ചെയ്യാം. സ്വലാത്തിനെ പെരുപ്പിക്കാം, സ്വലാത്തിനെ പെരുപ്പിച്ചോ, നല്ലതാണ്. ഇഖ്ലാസാണോ, അങ്ങനെയാണ് നല്ലത്. ഇപ്പൊ 3 തരം ദിക്ർ പറഞ്ഞു. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക എന്ന ദിക്റും പറഞ്ഞു. പിന്നെ ബിസ്മിക റബ്ബി അതും പറഞ്ഞു. പിന്നെ ബിസ്മിക അല്ലാഹുമ്മ അമൂതു വബിക അഹ്യ. അത് കഴിഞ്ഞ ശേഷം വഖറ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഈ ഒരു വട്ടം എന്ത് ചെയ്യണം? കാഫിറൂന ഓടണം. കാഫിറൂന എന്ന് പറഞ്ഞാൽ ഒരു ജാമ്യം വാങ്ങിയാൽ വല്ലാത്തൊരു സൂറത്താണ്. എന്തുകൊണ്ട്? ഞങ്ങൾ ഒരിക്കലും ഒരു തിന്മയോടും ഒത്തുരാജിയാകാൻ തയ്യാറില്ല. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അഅബത്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. പിന്നെ ഈ എന്ത് ചെയ്തോ? ഇഖ്ലാസിനെ പെരുപ്പാക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോ. നീ സ്വലാത്തില്ലാണെങ്കിൽ അങ്ങനെ ചെയ്തോ. 100 ഇഖ്ലാസ് ചൊല്ലിയാൽ ആ മനുഷ്യൻ ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുന്നതാണ്. ആ കിടന്ന കിടക്കത്തിൽ ചിലപ്പോൾ നമ്മൾ 100 ഉദ്ദേശിച്ചും, ചിലപ്പോൾ 100 ചെല്ലൂല. അപ്പോഴത്തേന് എന്താവും? ഉറങ്ങിപ്പോവും. ചിലപ്പോൾ 100 ചൊല്ലി, പിന്നെയാണ് ഭാര്യ വന്ന്, പിന്നെ ഭാര്യയോട് സല്ലാപത്തിൽ സംസാരിച്ചു, അങ്ങനെയാണ് പോയി. ഒന്നും ഇതിനെതിരല്ല. നീ ഭാര്യയുമായി ശാരീരികമായി നീ ബന്ധപ്പെട്ടു, ശേഷം നീ ശുദ്ധീകരിച്ചു വന്നു. ഹബീബ റസൂലുള്ളാഹ് കുളിക്കുന്ന സമയമുണ്ട്, കുളിക്കാത്ത സമയം കൂടുതലുണ്ട്. ദായിമൻ റസൂലുള്ളാഹിന്റെ ശൈലി എന്തെന്നാൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ റസൂലുള്ള പോയിട്ട് എന്ത് ചെയ്യും? ഫയഗ്സിലു, തൻ്റെ അവയവത്തെ ശുദ്ധീകരിക്കും. ഫയതവല്ലഉ, എന്നിട്ട് പിന്നെ വുളു എടുക്കും, വിരിപ്പിൽ വന്ന് കിടക്കും. സുമ്മയനാമു, പിന്നെ ഉറങ്ങും. അപ്പോൾ കുളിക്കൽ തഹജ്ജുദിന് എണീക്കുമ്പോഴായിരിക്കും. അപ്പം തന്നെ കുളിക്കാന്നുള്ള ശൈലി ഇല്ല. ഒരു നിലക്ക് അപ്പം കുളിക്കാതിരിക്കലാണ് ഖൈറും. ഒരു മനുഷ്യനെ ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ ബോഡി ആദ്യം ഹീറ്റായ സമയമായിരിക്കും, ടെമ്പറേച്ചർ അധികരിക്കും. അപ്പോൾ ആ സമയത്ത് കുളിക്കാതിരിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ആദ്യം തന്നെ ചെയ്തു വെക്കണം നമ്മളെ രീതി. നീ എണീക്കൽ, അപ്പോൾ ആ കിടക്കൽ മനസ്സിലായല്ലോ. കിടക്കുമ്പോൾ എന്ത് ചെയ്യണം? അലാ ഖദ്ദിഹിൽ അയ്മനി, വലത്തെ കൗൾമൽ. ആ കൗൾമൽ എന്ത് വെക്കണം? ഒരു നിന്ദനായ സാധുവിനെ പോലെ നീ നിന്റെ വലത്തെ കൈ ഇവിടെ അങ്ങനെ വെക്കണം. അങ്ങനെ കിടക്കണ്ട്. ഇനി രാവിലെ എണീക്കാം. ആ രാവിലെ എണീക്കുന്ന നേരത്തെ ഹബീബ റസൂലുള്ളാഹി അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് ചൊല്ലും മുത്തു മുഹമ്മദ് മുസ്തഫ. അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക് ഫമിൻക വഹ്ദക ലാ ശരീക ലക് ഫലകൽ ഹംദു വലക ശുക്ർ. അൽഹംദു, സർവസ്തുതില്ലാ അല്ലാഹുനാണ്. അഹ്യാനാ, അവൻ നമുക്ക് വീണ്ടും ജീവൻ നൽകി. ബഅദമാ അമാതനാ, ഞങ്ങളെ മരിപ്പിച്ച് കിടത്തിയതിന് ശേഷം. വഇലൈഹിൻ നുശൂർ, അവനിലേക്കാണ് ഞങ്ങളുടെ പുനർജന്മം, അവനിലേക്കാണ് ഞങ്ങളുടെ മടക്കം, പുനർജന്മം അവനിലേക്കാണ്. ചിലപ്പോൾ ഇങ്ങനെ പോവും, ഞാൻ അവിടെ എണീക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ അവസാനത്തെ ഉറക്കം കഴിഞ്ഞാൽ ഏതായാലും അവനെടുക്കല എണീക്കാം ഒന്ന്. പിന്നെ അടുത്ത വാക്ക് അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക് ഫലകൽ ഹംദു വലക ശുക്രു. അല്ലാഹുമ്മ, അല്ലാഹുവേ, മാ അസ്ബഹ ബി, നീ എന്നിൽ നിക്ഷേപിച്ച ഏതൊന്നും, മിൻ നിഅമത്തിൻ, അനുഗ്രഹത്താൽ. അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ, നീ എന്നിൽ നിക്ഷേപിച്ച ഈ പ്രഭാതത്തിൽ നീ എന്നിൽ നിക്ഷേപിച്ച ഏത് നിഅമത്തും, ഔ ബി അഹദിൻ മിൻ ഖൽഖിക, അല്ലെങ്കിൽ നിന്റെ ഏതെങ്കിലും ഒരു സൃഷ്ടിയിൽ നിക്ഷേപിച്ച ഏത് നിഅമത്തും, ഫമിൻക, അത് നിന്നിൽ നിന്നാണ്, വഹ്ദക, നിന്നിൽ മാത്രമാണ്, ലാ ശരീക ലക, നിനക്കൊരു പങ്കുകാരും ഇല്ല, ഫലക്കൽ ഹംദു, നിനക്കാണ് സർവസ്തുതിയും, വലക ശുക്രു, നിനക്ക് മാത്രമാണ് നന്ദി. ഭയങ്കര ദിക്റാണ്, ഭയങ്കര ദിക്റാ. അതായത് ഈ ലോകത്ത് ഏതൊരു കാഫിറിന് പോലും അള്ളാഹ് കൊടുത്ത നിഅമത്തിന് നമ്മൾ നന്ദി പറയാം. ഇന്നോ ഇന്നലെ ജനിച്ചിട്ടൊരു നന്ദി ആർക്ക് പറഞ്ഞിട്ടില്ല. അള്ളാഹ് ഒരു സൃഷ്ടി, ഓൻ കാഫിറായാലും വേണ്ടില്ല, ഓൻ അബൂജഹലായാലും വേണ്ടില്ല, ഓനെ നിഅമത്ത് കൊടുത്തല്ലോ, അവന് ആരോഗ്യം കൊടുത്തല്ലോ, അതിന് ഓൻ നന്ദി പറയുന്നില്ല, ഞാൻ നന്ദി പറയാ. ഓൻ്റെ ശത്രുവാണെങ്കിൽ പോലും ഭയങ്കര വാക്കാണ് അത്, അതിൻ്റെ ആഴം ഭയങ്കര. ഏത് ജീവി മാത്രമല്ല ഡോക്ടറെ, ഖൽക്കല്ലേ, മരം, ഒരു മരം മരമായി നിലക്കുണ്ടെങ്കിൽ, ഒരു കല്ല് കല്ലായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു മലയായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു ബഹറായി നിലനിൽക്കണമെങ്കിൽ അതൊക്കെ അനുഗ്രഹമല്ലേ. അങ്ങനെ എന്ത് നീ ചെയ്തിട്ടുണ്ടെങ്കിലും ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലകൽ ഹംദു വലക ശുക്ർ. ഇവിടുന്ന് പോണതിന് മുമ്പ് ഇതെല്ലാം മനപ്പാടാക്കണം എല്ലാവരും. നാളെ പൂർത്തിയാണതിൻ്റെ മുമ്പ്, നാളെ അസറിന് ഞാൻ ഈ ദിക്റുകൾ ഒന്നും കൂടി ചൊല്ലിക്കും. എല്ലാവരും മനപ്പാടാക്കണം. ഏതെങ്കിലും ആളുകൾക്ക് അറിയാത്ത ഉണ്ടെങ്കിൽ അത് ഉസ്താദ്മാരോട് മറ്റോ ചോദിച്ച് മനസ്സിലാക്കണം, മനപ്പാടമാക്കുക തന്നെ വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിൻ്റെ പൊരുത്തത്തിലായി ഉറങ്ങാൻ നമുക്ക് അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. പിന്നെ ഖാലിദിഹിന് ഒരു ബേജാറും വേണ്ട, ഒന്നും വേണ്ട, ഒറ്റ കിടത്തം,
അൽഹംദുലില്ലാഹ്. എണീക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നല്ല ധൃതി പിടിച്ച് എണീക്കരുത്. ഉറങ്ങിയതിന് ശേഷം ഒരല്പം നേരം കിടക്കണം. എന്തുകൊണ്ട്? ഇല്ലെങ്കിൽ ശരീരത്തിൽ വാദം അധികരിച്ച് മനുഷ്യൻ്റെ കാലും കൈയും കാലും കുഴഞ്ഞു പോകാൻ വരെ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഉണർന്നു, അങ്ങനെ കിടന്നു, പിന്നെ നമ്മൾ ഇങ്ങനെ ഉണർന്നു. അപ്പോൾ ഉണർന്നപ്പോൾ നമ്മൾ തിരിച്ചു മടങ്ങി, നമ്മൾ എണീക്കുകയാണ്, അതിലേക്ക് തിരിച്ചു മടങ്ങി എണീക്കുന്നു. എന്നിട്ട് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഏത് അമലും സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുകയാണെങ്കിൽ അതും വളരെ നല്ലതാണ്. എന്തിനും ഒരു സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുക. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഇതൊക്കെ അദ്കാറുകളാണ്. ഇതുപോലെ ഒരുപാട് ദിക്റുകളുണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതൊക്കെ അതിൽപ്പെട്ട ദിക്റാണ്, ഒരുപാടുണ്ട്. ഇത് ഏറ്റവും പ്രധാനമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി വേറെ ഒക്കെ നിനക്ക് ചെല്ലാം, ഒരുപാട് അമലുകൾ ഈ സമയത്ത് നിനക്ക് ചെയ്യാം. ആ സമയത്ത് നീ ചെയ്യുന്നതൊക്കെ ആത്മാർത്ഥമാണ്, അള്ളാഹു തആല അത് സ്വീകരിക്കും. നീ ഒറ്റക്കാണ്, അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. പഴയതിലേക്ക് ഓടി എണീക്കരുത്. ഇനി എന്തെങ്കിലും ഒരാൾ ശബ്ദം പാഞ്ഞെണീക്കരുത്. പാഞ്ഞെണീച്ചാൽ വലിയ ആപത്ത് സംഭവിക്കും. തലക്ക് ആപത്ത് സംഭവിക്കും, ബുദ്ധിക്ഷയം സംഭവിക്കും, വളരെ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ബോധം തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു മടങ്ങും, അതിലേക്ക് തിരിച്ചു മടങ്ങി. ഏത് ബോധത്തിലും നമുക്ക് തിരിച്ചു മടങ്ങണം. എന്നിട്ട് ചെയ്യാവുന്ന ദിക്റുകൾ അപ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. കഴുത കരയുന്നതോ നായ കുരക്കുന്നതോ കേട്ടാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് 3 വട്ടം ചൊല്ലുകയും ഇടഭാഗത്തേക്ക് തുപ്പുകയും വേണം. മോശപ്പെട്ട സ്വപ്നം കണ്ടാൽ അപ്പോഴൊക്കെ വലഭാഗത്തേക്ക് തിരിച്ചു മടങ്ങുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലുക, ഇടഭാഗത്തേക്ക് തുപ്പുക. തുപ്പെന്നുള്ള തുപ്പൊന്നുമല്ല, ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കാണിക്കുക, അത്ര തന്നെയാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു മന്ത്രിച്ചില്ല, അയാളുടെ വായയുടെ കാറ്റിൻ്റെ ഒരു അല്പമെങ്കിലും ഉമിനീരിൻ്റെ ചെറിയ കഷ്ണമെങ്കിലും അതിൽ വരണം. അപ്പോഴാണ് ഫലം ഉണ്ടാവുക. എന്തുപ്പെന്ന് പറയാൻ പറ്റൂല, അതതിൻ്റെ ഫലം. ആ പരിശുദ്ധ കലിമാത്ത് ഖുർആൻ മൊഴിഞ്ഞ ആ ഉമിനീരിൻ്റെ ഒരു കഷ്ണം വരണം, അപ്പോഴാണ് ഫലം. മുബാറക്കായ ഇതാണ് ശൈലി. അല്ലാഹു തആല റാഹത്തായി ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരും. ഒരു നേതാവുണ്ട്, ആ നേതാവ് എല്ലാം കാണിച്ചു, എല്ലാം പള്ളി പോയി തിരിച്ചു വരുമ്പോൾ കാല് വെച്ച് കുത്തിപ്പോയി. അപ്പോൾ അവിടെ ഇരുന്നു. എന്നിട്ട് ഹബീബ റസൂലുള്ളാഹി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലി. അപ്പോൾ ആയിഷ ബി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി വന്നു. അങ്ങനെ ആയിഷ ബി ഒന്നും കണ്ടുമില്ല. നബി ഇങ്ങനെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, വിരലിങ്ങനെ തടവുക. അപ്പോൾ എന്താന്ന് വെച്ച് കാല് ഇവിടെ വെച്ച് കുത്തിയാറ്. അതിനപ്പം ഇത്ര നേരം ഇങ്ങനെ ദിക്റില്ലിച്ച്. അപ്പോൾ പറഞ്ഞു, ഇത് ലം തുഅത അഹദൻ ഖബ്ലി, ഈ ഒരു ദിക്റിനെ എനിക്ക് മുമ്പ് ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല. നിനക്കതിൻ്റെ ഖീമത്ത് അറിയുമെങ്കിൽ മുസീബത്തിന് നീ കുതിച്ചു. ഏത് ലോകത്തൊരു നബിക്കും അറിയാത്ത വാക്കാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു നബിക്കും അതറിയില്ല, ഹത്താ ഈസ അറിയില്ല, ഒരാൾക്കും അറിയില്ല. ആദം നബിക്ക് ആ വാക്കറിയില്ല. ഏത് വാക്ക്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന വാക്ക് ഖാസത്തുൻ ബിൻ നബിയിൽ മുസ്തഫ, അതെനിക്ക് മാത്രം തന്നതാണ്. അതിൻ്റെ വലിപ്പം ഈ അറിഞ്ഞിരുന്നെങ്കിൽ മുസീബത്തുണ്ടാക്കി കൊതിച്ചു. നമ്മളത് മരിച്ചാലേ ചെല്ലുള്ളൂ. ഒരു ലൈറ്റാണ് കേട്ടാ ഉടനെ എന്ത് പറയണം? ഇന്നാ ലില്ലാഹി. അപ്പൊ ആരെങ്കിലും പറയും ഇവിടെ ആരെയും മരിച്ചോ? എന്തൊരു പ്രയാസം വന്നാലും എന്ത് പറയണം? എന്ത് പ്രയാസം വന്നാലും എന്ത് പറയണം? ഇന്നാ ലില്ലാഹി. അത് അത്രയും വലിയ ദിക്ർ. ആ ദിക്റിന്റെ വില അത് റസൂലുള്ളാഹിന്റെ പ്രത്യേകതയാ. ലോകത്തൊരു നബിക്ക് പോലും അറിയാത്ത ദിക്റാ നമ്മൾ ചെല്ലണത്. ഒരു നബിക്കും ആ ദിക്ർ അറിയില്ല. ഹത്ത ഇബ്രാഹിം അറിയില്ല. അള്ളാഹു തുറന്ന നമുക്ക്. അപ്പൊ എങ്ങനെ ഓരോ ദിക്റിന്റെ പ്രാധാന്യങ്ങളുണ്ട്. അത് അതിൻ്റെ സമയത്ത് ചെല്ലുമ്പോൾ ഇതിന് വലിയ വിലയാണ്. ഉറങ്ങി കിടന്നോളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല പൊരുത്തത്തിലായി ആവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.